എല്ലായിടത്തും. ഞാൻ നോക്കിയപ്പോ കോന്നി കഴിഞ്ഞ പ്രാവശ്യം BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ച സീറ്റാ. BJP സംസ്ഥാന പ്രസിഡന്റ് മോശം സീറ്റിൽ മത്സരിക്കും. 32,000 വോട്ടാണ് കിട്ടിയത്. അവർക്ക് സ്വാധീനമുള്ള സീറ്റാണ്. അവിടെ ഇപ്രാവശ്യം ആരാ മത്സരിക്കുന്നത്? BDJS. ഇനി തൊട്ടപ്പുറത്ത് റാന്നി, അവിടെ ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ്. ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. അവിടെ BJP മത്സരിക്കല്ല. ആരാ മത്സരിക്കുന്നറിയോ? 2020. ഈ ഇവിടെ മാത്രമല്ല, ഈ 2020 പത്തനംതിട്ടയിൽ ശബരിമല ഇരിക്കുന്ന റാന്നിയിൽ മത്സരിക്കുക. എന്നിട്ട് അവർക്കൊരു സ്ഥാനാർത്ഥി പറയാം, ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഡീലാണ്. എല്ലാ സീറ്റിലും ഡീലാണ്. നിരവധി സീറ്റുകളുണ്ട്. അതുപോലെ തൃപ്പൂണിത്തുറ 24,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചാണ് BJP സ്ഥാനാർത്ഥി. BJP ആദ്യമായി മുനിസിപ്പാലിറ്റി പിടിച്ചാണ് ഈ ജില്ലയിൽ തൃപ്പൂണിത്തുറ. അവരാരെന്നറിയാം സ്ഥാനാർത്ഥി? 2020. BJP ഇല്ല, അഡ്ജസ്റ്റ്മെന്റാണ്. 1-2 സീറ്റ് ജയിപ്പിച്ചു കൊടുത്താൽ 10-15 സീറ്റ് ജയിപ്പിച്ചു കൊടുക്കാമെന്നാണ്. 10 സീറ്റിൽ ധാരണയായി. കൊടുങ്ങല്ലൂര് ഒരുപാട് സ്ഥലമുണ്ട്, ഏറ്റുമാനൂര് ഒരുപാട് സ്ഥലമുണ്ട്. ഇതുപോലത്തെ ഏർപ്പാടുകൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ. ഒരുമിച്ച് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഒരു ഡീലും ഇപ്രാവശ്യം നടക്കില്ല. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ 2 കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? ഒന്ന്, ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, ഇത് മതേതര കേരളമാണ് എന്ന് കേരളം ഈ രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയും. അതായത് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടുമായി UDF മുന്നോട്ട് പോകുന്നത്. മതേതര കേരളം UDFന്റെ കൂടെയാണ്. ചെറുപ്പക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും UDFന്റെ കൂടെയാണ്. നമുക്ക് നൽകുന്ന വാക്ക്, കേരളത്തിന് നൽകുന്ന വാക്ക്, എവിടെയെല്ലാം ഇവർ പരാജയപ്പെട്ടോ അവിടെയെല്ലാം UDF കേരളത്തെ പുനർജനിപ്പിക്കും, കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഇത് LDFിൽ നിന്നുള്ള UDFിലേക്കുള്ള അധികാര കൈമാറ്റം മാത്രമായിരിക്കില്ല. ഇത് കേരളത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും പ്രതീക്ഷകൾ നൽകുന്ന അവരുടെ സ്വപ്നത്തിലെ കേരളം UDF അവർക്ക് സമ്മാനിക്കും. അതാണ് UDFന്റെ വാക്ക്. കാർഷിക മേഖലയിൽ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും സജീവമായ ഇടപെടലുകൾ നടത്തി മാറ്റത്തിന്റെ കാഹളം ഉയർത്തി UDF മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. ഈ ദുർഭരണത്തിന് അവസാനമുണ്ടാക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നമുക്കറിയാം, പെരുമ്പാവൂരിൽ നമ്മുടെ MLA ആയിരുന്നു, പ്രിയങ്കരനായ MLA ആയിരുന്നു ശ്രീ എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹം ആ സ്ഥാനത്ത് അദ്ദേഹം മത്സരിക്കുന്നില്ല. മനോജ് മൂത്തേടനാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൽദോസ് കുന്നപ്പള്ളി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു MLA ആണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കുറെ പേര് പറഞ്ഞു എൽദോസ് ഇപ്പോൾ സ്വതന്ത്രനാവും, എൽദോസ് ഇപ്പോൾ അവിടെ പോയി മത്സരിക്കും, ഇവിടെ പോയി മത്സരിക്കും. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൽദോസ് അടിമുടി ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ കൂടെ, UDFന്റെ കൂടെ ഉറച്ചു നിൽക്കും. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നമുക്ക് അപ്രിയങ്ങളായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനങ്ങൾ നമ്മുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഒരുപാട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തൊന്നും പോയില്ലല്ലോ. ശക്തിയോടുകൂടി തിരിച്ചു വന്നു. എൽദോസ് കുന്നപ്പള്ളിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു. അത് MLAയുടെ പദവിയേക്കാൾ ഉയർന്ന പദവി ഉണ്ടാകും, ഒരു സംശയമില്ല. ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി ചേർത്ത് നിർത്തും. ഞങ്ങളെല്ലാം, ഞാനും ബെന്നിച്ചേട്ടനും, ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ ഞങ്ങളുടെ ഇളയ സഹോദരനായി ചേർത്ത് നിർത്തും. അത് കണ്ടാലും അടുപ്പ് ചൂടാക്കണ്ട.
എൽദോസിന് ആ പണിക്കൊന്നും കിട്ടില്ല. അത് ബോധ്യപ്പെടുത്തി കൊടുത്തു എൽദോസ്. ഞാൻ പ്രത്യേകമായി എന്നെ അഭിനന്ദിക്കുകയാണ് ആ കാര്യം. മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയായി വരും. എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാണ് മനോജ് മൂത്തേടൻ. ഈ കേരളം കണ്ട ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായി മനോജ് മൂത്തേടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാത്രം, ഞാനിപ്പോൾ പറയുന്നതല്ല, ഇതിനു മുമ്പ് ഞാൻ പെരുമ്പാവൂരെന്ന് പറയുന്നു, ചെയ്ത കാര്യങ്ങൾ മാത്രം ഒന്ന് അച്ചടിച്ച് ജനങ്ങളെ വീടുകളിൽ എത്തിച്ചാൽ അത് കണ്ടാൽ ജനങ്ങൾക്ക് ബോധ്യമാകും ആരാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു MLA ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, എൽദോസ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തനായ മനോജ് മൂത്തേടന് വലിയ ഭൂരിപക്ഷത്തിൽ തങ്കച്ചൻ സാറിൻ്റെ നാട്ടിൽ നിന്ന്, ബെന്നിച്ചേട്ടൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പെരുമ്പാവൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFന്റെ ഉരുക്കുകോട്ടയാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി മനോജ് മൂത്തേടനെ വിജയിപ്പിക്കണം എന്ന് വിനയപൂർവമായ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായാണ്